ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കന്നി അംഗത്തിന് മിന്നും വിജയത്തിന് പിന്നാലെ തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണ ചർച്ചകളുമായി ടി.വി.കെ. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളെ ഒപ്പം കൂട്ടി സർക്കാർ ഉണ്ടാക്കാനാണ് വിജയുടെ നീക്കം. വിജയെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സംസ്ഥാന ഘടകം ഹൈക്കമാൻഡിന് കത്തയച്ചു. മന്ത്രിസഭാ രൂപീകരണത്തിനായി സാവകാശം ആവശ്യപ്പെട്ട് ടി.വി.കെ. ഗവർണർക്ക് കത്തയച്ചു. വിജയിച്ച ടി.വി.കെ. സ്ഥാനാർത്ഥികളുമായി പാർട്ടി അധ്യക്ഷൻ വിജയ് കൂടിക്കാഴ്ച നടത്തി. പരമ്പരാഗത ദ്രാവിഡ പാർട്ടികളുടെ ആധിപത്യം തകർത്ത് തമിഴ്നാട്ടിൽ ഉജ്ജ്വല വിജയം നേടിയ ടി.വി.കെ. മന്ത്രിസഭാ രൂപീകരണത്തിനുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തുടങ്ങി. കേവല ഭൂരിപക്ഷമായി 118ലേക്ക് ടി.വി.കെ. തനിച്ചെത്തില്ലെന്നുറപ്പായി. പിന്തുണ തേടി കോൺഗ്രസ് CPIM നേതൃത്വങ്ങളുമായി ചർച്ചകൾ നടക്കുകയാണ്. കോൺഗ്രസിന് 5ഉം CPIM CPI VCK പാർട്ടികൾക്ക് 2 സീറ്റ് വീതവുമുണ്ട്. നിലവിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ടി.വി.കെക്ക് അധികാരം പിടിക്കണമെങ്കിൽ ചെറുകക്ഷികളെ ഒപ്പം കൂട്ടുകയോ DMK-യുമായോ AIADMK-യുമായോ സഖ്യത്തിലെത്തുകയോ വേണം. എന്നാൽ രാഷ്ട്രീയ പ്രവേശനം മുതൽ തങ്ങളുടെ രാഷ്ട്രീയ ശത്രുവായി പ്രഖ്യാപിച്ച DMK-യുമായി കൈകോർക്കാൻ വിജയ് തയ്യാറാകില്ല. എന്നാൽ ടി.വി.കെക്ക് പിന്തുണയുമായി DMK-യുടെ സഖ്യകക്ഷിയായ കോൺഗ്രസ് സംസ്ഥാന ഘടകം രംഗത്തെത്തിയിട്ടുണ്ട്. വിജയെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് കോൺഗ്രസ് സംസ്ഥാന ഘടകം കത്തെഴുതി. വിജയ് ഉണ്ടാക്കിയ രാഷ്ട്രീയ സ്വാധീനം പ്രശംസിക്കപ്പെടേണ്ടതാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. വിജയ് ജയിച്ചതിന് പിന്നാലെ രാഹുൽ ഗാന്ധി ഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. ഇതെല്ലാം നിർണായക സൂചനകളാണെന്നാണ് വിലയിരുത്തൽ. ടി.വി.കെക്ക് പിന്തുണ നൽകുന്ന കാര്യം ആലോചിക്കുമെന്നും പുതിയ സാഹചര്യം ചർച്ച ചെയ്യുമെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. തമിഴ്നാട്ടിൽ ഇതിങ്ങനെയല്ലേ മുമ്പും വന്നിട്ടുണ്ടല്ലോ. തമിഴ്നാട്ടിൽ മുൻപും ഇങ്ങനെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഇത്തരം പ്രതിഭാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടി എന്ത് ചെയ്യണമെന്നുള്ള നിലപാടുകൾ വരും ദിവസങ്ങളിൽ തീരുമാനിക്കുന്നു. നാളെയൊക്കെ ആയിട്ട് പാർട്ടിയുടെ മുന്നിൽ എന്താണ് വഴി എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു മുന്നണിയിലാണ് മത്സരിച്ചത്. പക്ഷേ പുതിയ സാഹചര്യത്തിൽ എന്ത് തീരുമാനിക്കണമെന്നുള്ളത് ആലോചിച്ച് തീരുമാനിക്കും. ഇടതു പാർട്ടികളെ ഒപ്പം നിർത്താനുള്ള നീക്കവും നടത്തുന്നുണ്ട്. ഈ ചർച്ചകളൊന്നും ഫലം കണ്ടില്ലെങ്കിൽ മാത്രമാകും AIADMK-യുമായി കൈകോർക്കാൻ ടി.വി.കെ. തയ്യാറാവുക. അപ്പോഴും BJP-യുമായുള്ള സഖ്യം ഉപേക്ഷിക്കാതെ AIADMK-ക്കൊപ്പം ചേരാൻ ടി.വി.കെ. തയ്യാറാവില്ല. സഖ്യത്തിലെത്തണമെങ്കിൽ BJP-യുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്ന നിബന്ധന വിജയ് മുന്നോട്ട് വെച്ചേക്കും. ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ മന്ത്രിസഭാ രൂപീകരണത്തിന് സാവകാശം ആവശ്യപ്പെട്ട് ടി.വി.കെ. ഗവർണർക്ക് കത്തയച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ 2 ആഴ്ച സമയം വേണമെന്നാണ് ആവശ്യം. കേവല ഭൂരിപക്ഷത്തിനായി 11 സീറ്റ് ആവശ്യമുള്ള സാഹചര്യത്തിൽ സർക്കാർ രൂപീകരിക്കാൻ തിരക്കിട്ട നീക്കത്തിലാണ് ടി.വി.കെ. ചർച്ചകൾക്കൊടുവിൽ വിജയ് എടുക്കുന്ന നിലപാട് തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭാവിക്ക് നിർണായകമാകും. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.